എന്തെങ്കിലും പ്രത്യേക താല്പര്യം വന്നിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒഴിവാക്കലുകളിലും കൂട്ടിച്ചേർക്കലുകളിലും അതൊരു പാറ്റേൺ ഉണ്ടോ? നോക്കൂ, മറ്റൊരു വശമുള്ളത്, ഇന്നലെ ഈ പൊതുസമ്മേളനത്തിൽ ഏറ്റവും പ്രോമിനൻസ് കിട്ടിയ നേതാക്കളിൽ ഒരാൾ കെ ശൈലജയായിരുന്നു. പിണറായി വിജയന് ശേഷം സംസാരിച്ചത് കെ ശൈലജയാണ്. സെക്രട്ടേറിയറ്റിലേക്ക് അവർ പുതുതായി എത്തുകയും ചെയ്തു. പി.കെ. ശ്രീമതി മാറിയപ്പോൾ കെ ശൈലജ സെക്രട്ടേറിയറ്റിലേക്ക് വന്നു. അപ്പോൾ മുമ്പത്തേക്കുള്ള നിരീക്ഷണം ശൈലജ ടീച്ചറെ ഒതുക്കുന്നു തുടങ്ങിയവയായിരുന്നെങ്കിൽ വളരെ പ്രോമിനൻ്റായി ഇന്നലെ അവർ ആ സമ്മേളന നഗരത്തിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ആളുകളാവട്ടെ, പോകുന്ന ആളുകളാവട്ടെ, അതൊരു സ്വാഭാവിക പ്രക്രിയ എന്നുള്ള നിലയിലല്ലാതെ ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യം വെച്ചുള്ള ഒഴിവാക്കലാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ലെ, എൻ്റെ ഒരു നിരീക്ഷണം എന്നതിനേക്കാൾ ഉപരി സമൂഹത്തിൽ പ്രത്യേകിച്ച് പാർട്ടി സഹാക്കളുടെ ഇടയിലൊക്കെ വരുന്ന അഭിപ്രായം നമ്മൾ ചർച്ച ചെയ്യാം എന്നതല്ലാതെ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പാർട്ടിക്കകത്തുള്ള ബാലൻസിങ് സിസ്റ്റം അനുസരിച്ചൊക്കെ ആയിരിക്കും പാർട്ടി പ്രവർത്തിക്കുന്നത്. പക്ഷേ അതെപ്പോഴും പൊതുസമൂഹത്തിൻ്റെ മുന്നിലും അതേപോലെ തന്നെ മറ്റ് നിരീക്ഷകരുടെ മുന്നിലും ഒക്കെ ശരിയാകണം എന്നില്ല. ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിണറായിക്ക് താല്പര്യമുള്ളതായിട്ടുള്ള ആളുകൾ മാത്രമാണ് അങ്ങനെ പരിഗണിക്കപ്പെടുകയും അല്ലാത്ത ആളുകൾ പരിഗണിക്കപ്പെടാതെ പോവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ചർച്ച സഹാക്കൾക്കിടയിലുണ്ട്, പ്രത്യേകിച്ച് പി ജയരാജൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെയാണ് നമുക്കറിയാം പത്തനംതിട്ടയിലെ പത്മകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ എതിർ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിലുള്ള സങ്കടം, എതിരെന്ന് പറയുന്നതിനേക്കാൾ വലിയ സങ്കടം എന്ന് പറയുന്നതായിരിക്കും കുറേ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാ സഹാക്കളും പലതരത്തിൽ പാർട്ടിക്കകത്ത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പിണറായി വിജയനും അങ്ങനെ തന്നെയാണ്, ജി സുധാകരനും അങ്ങനെ തന്നെയാണ്, പി ജയരാജനും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ഒരു പൊതു തത്വം നമ്മൾ നിലവിൽ വന്നാൽ ആ തത്വത്തിനനുസരിച്ച് എല്ലാവരും തന്നെ പ്രവർത്തിക്കേണ്ടതാണ്, എല്ലാവർക്കും ആ തത്വം ബാധകമാകേണ്ടതാണ്. അങ്ങനെ ബാധകമാകാതെ വരുമ്പോൾ മാത്രമാണ് അവശബ്ദങ്ങൾക്ക് പ്രസക്തി ഉണ്ടായിത്തീരുന്നത്. ഇവിടെ എല്ലാ തരത്തിലും വലിയ പരിഗണന കിട്ടുന്ന നേതാവായിട്ട് പിണറായി വിജയൻ നിലനിൽക്കുകയും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളുടെ വലിയൊരു കൂട്ടമായിട്ട് ഈ സംവിധാനം മൊത്തം മാറുന്നു എന്ന് പറയുന്നതായിട്ടുള്ള സംശയം അകത്തും പുറത്തും നിൽക്കുന്ന ആളുകൾക്ക് തോന്നുന്ന സാഹചര്യത്തിൽ ഉള്ള ഒരു അസ്വസ്ഥതയാണ് പൊതുവെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിടപ്പെടുന്ന അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്ന ആ സഹാക്കൾക്ക് അവരുടെ സങ്കടങ്ങളും അവരുടെ പരിദേവനങ്ങളൊക്കെ പറയുന്നതിനുള്ള ഒരു സംവിധാനം പാർട്ടിക്കകത്തുണ്ടാവണം. അത് പാർട്ടിക്കകത്തില്ലാതെ വരുമ്പോഴാണ് അവർ ഫേസ്ബുക്കിൽ കയറി അവരുടെ സങ്കടങ്ങളിൽ രേഖപ്പെടുന്നത്. കുറേ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ അത് അവർക്ക് തന്നെ മാറ്റേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവർക്ക് തന്നെ പറയേണ്ടി വരും, എനിക്കെതിരെ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നടപടി ഉണ്ടായാലും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതില്ലേ എന്ന്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് നമ്മൾ കാണുന്നത്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു സംവിധാനം പാർട്ടിക്കകത്തില്ല. അതെന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ പോലും അടുത്ത സമ്മേളനത്തിന് മുമ്പെങ്കിലും അങ്ങനെയുള്ള അവരുടെ ആവലാതികൾ കേൾക്കാനും അവരെ അമിക്കബിളായിട്ടുള്ള രീതിയിൽ പാർട്ടിക്കൊപ്പം നിർത്താനായിട്ടുള്ള സംവിധാനം പാർട്ടിക്കകത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒന്ന്. രണ്ട്, പ്രത്യേക പരിഗണനകൾ കിട്ടുന്ന ചില ആളുകൾ, ഒരു പരിഗണന കിട്ടാതെ പുറത്താക്കപ്പെടുന്നതായിട്ടുള്ള കുറേ ആളുകൾ, എന്തുകൊണ്ട് അങ്ങനെ പരിഗണന കിട്ടപ്പെടുന്നു എന്ന് പറയുന്ന ചോദ്യം, അതിന് ഉത്തരം നൽകാനായിട്ട് തീർച്ചയായിട്ടും നിലവിലുള്ള സംവിധാനത്തിന് കഴിയേണ്ടതാണ്. അങ്ങനെയൊക്കെ കഴിയുമ്പോൾ മാത്രമാണ് അത് കുറ്റമറ്റതായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ യാതൊരു വിധത്തിലും കുഴപ്പമില്ലാത്തതായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയും. അത് ആ രീതിയിൽ ഉള്ള ഒരു ബാലൻസിങ് സിസ്റ്റം വരാതെ പോകുമ്പോഴാണ് ഇതെല്ലാം തകരാറിലായി മാറിത്തീരുക. എല്ലാ പാർട്ടികളിലും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്ര പ്രായം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും അവർ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് എല്ലാ പാർട്ടികളും തീരുമാനിക്കുകയും പാർട്ടി പ്രവർത്തനം അതൊരു കരിയറായി മാറിയ കാലമാണ്. നമ്മൾ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക പ്രായം നിശ്ചയിച്ചിരിക്കുന്നു, അത് കഴിഞ്ഞ് അവർ പിരിഞ്ഞു വേണം. ഈ പൊളിറ്റിക്സും കരിയറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു പ്രൊഫഷനാണ്, അതൊരു ജോലി പോലെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജോലിയിൽ നിന്ന് അവർ എന്ന് വിരമിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്ടികളിലും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ, വീർപ്പൂട്ടലുകൾ, ശ്വാസം മുട്ടലുകൾ അതൊന്നും നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.